എല്ലാവർക്കും നമസ്കാരം. +2കാരുടെ ഫസ്റ്റ് ടൈം അതായത് ഓണം എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് കേട്ടോ. 18-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സാം എൻഡ് ചെയ്യുന്നത് 27-ാം തീയതിയാണ് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ടൈം ടേബിൾ നോക്കാം. 18-ാം തീയതി മൺഡേ ആണ് കേട്ടോ. 18-ാം തീയതി മൺഡേ ആണ്. മൺഡേ ആഫ്റ്റർനൂൺ ആണ് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം ഉള്ളത്. പാർട്ട് 2 ലാംഗ്വേജസ് ആണ് എക്സാം ഉള്ളത്. ആദ്യത്തെ എക്സാം ഇപ്പോൾ ഏതാണ്? ലാംഗ്വേജസ് ആണ് കേട്ടോ. പിന്നെ 19-ാം തീയതി ചൊവ്വാഴ്ച ഫോർനൂൺ രാവിലെ പാർട്ട് 1 ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷിന്റെ എക്സാം ഉണ്ട്. ഞാൻ അന്ന് തന്നെ 19-ാം തീയതി തന്നെ ഉച്ചയ്ക്ക് ശേഷം ഏതാണ് മാത്സിന്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി 20-ാം തീയതി ബുധനാഴ്ച ബയോളജിയുടെ എക്സാം ആണ്. കമ്പ്യൂട്ടർ സയൻസ് ബയോളജിയിലെ ബയോളജി എക്സാം ആണ് 20-ാം തീയതി വരുന്നത്. ഇനി 21-ാം തീയതി ആ ബയോളജി എക്സാം ആഫ്റ്റർനൂൺ ആണ് കേട്ടോ. 21-ാം തീയതി വ്യാഴാഴ്ച അതും ആഫ്റ്റർനൂൺ ആണ് എക്സാം. അവിടെ കമ്പ്യൂട്ടർ സയൻസുകാരുടെ എക്സാം വരുന്നുണ്ട്. ഇനി അടുത്തത് 22-ാം തീയതിയാണ്. 22-ാം തീയതി ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ആഫ്റ്റർനൂൺ ആണ് എക്സാം വരുന്നത്. അന്ന് ഫിസിക്സ് ആണ് കേട്ടോ. സയൻസുകാരെ സംബന്ധിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ബാക്കി ദിവസങ്ങളിൽ അതായത് 25, 26 ഉണ്ട്. 25, 26 ദിവസങ്ങളിൽ മറ്റ് സ്ട്രീമിലുള്ള കുട്ടികൾക്ക് എക്സാം ഉണ്ടായിരിക്കും. പിന്നെ സയൻസിലുള്ളവർക്ക് എക്സാം പിന്നെ വരുന്നത് 27-ാം തീയതിയാണ്. 27-ാം തീയതി കെമിസ്ട്രി ആഫ്റ്റർനൂൺ ആണ് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രിയുടെ എക്സാമും വരുന്നതാണ്. മനസ്സിലായല്ലോ. ഇപ്പൊ ടൈം ടേബിള് അപ്പൊ 22-ാം തീയതി അപ്പൊ സയൻസുകാരെ സംബന്ധിച്ചുള്ള 22-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ എക്സാം വരുന്നത് 27-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ ഗ്യാപ്പ് ഉണ്ട്. കെമിസ്ട്രി പഠിക്കാൻ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അത് 22 കഴിഞ്ഞ് ഫ്രൈഡേ ആണ്. 23, 24 23 ഓഫാണ്, 24 ഓഫാണ്, 25 വരുന്നു. അത് എക്സാം ഇല്ല. 26 വരും. അപ്പൊ 4 ദിവസത്തെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് കെമിസ്ട്രി പഠിക്കാൻ കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ 1-ാം പാദവാർഷിക പരീക്ഷ ഓണപരീക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്കൂളുകളിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. പബ്ലിക് എക്സാമിന്റെ മോഡലിൽ തന്നെ ഓരോ സ്കൂളുകാരും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയാണ് എക്സാം നടത്തുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയായിരുന്നാലും നിങ്ങൾ പബ്ലിക് എക്സാമിന്റെ ആ ഒരു ഇതോടുകൂടി തന്നെ ആറ്റിറ്റ്യൂഡോടുകൂടി പഠിക്കുക കേട്ടോ. കൃത്യമായിട്ട് പഠിക്കുക, എക്സാം ഒക്കെ എഴുതുക. താങ്ക്